തന്നെ കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ കൺഫ്യൂഷൻ പെരുന്നാളിലേക്ക് പെണ്ണുങ്ങളെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വരുമോ? നിങ്ങൾ വന്നേ പറ്റുള്ളൂ. തൂക്കിട്ട് അലമാരല്ല എടുക്കണത്. അലമാര ചോക്ലേറ്റ് കഴിക്കാല്ലേ നോമ്പായിട്ട് കളത്തി നീളം കുറച്ച് കൂടുതൽ നല്ല മാംഗോ പൾപ്പ് വെച്ച് ഷേക്ക് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ്. നമ്മുടെ ചിക്കൻ നമ്മളെ ജാക്കറ്റ് വേറെ എടുത്തില്ല. ആ ജാക്കറ്റും ഉണ്ട് അല്ലേ? ക്ലാസ് ഉണ്ട്. ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോഴേ ഇന്ന് നല്ലൊരു ഈദ് ഷോപ്പിംഗ് വ്ളോഗ് കാണിച്ചു തരാം കേട്ടോ. അപ്പം എനിക്ക് ഇന്നലെ കാലിക്കറ്റ് ഞങ്ങളുടെ മണാലി ട്രിപ്പിന് പോയ ടീമിൻ്റെ വക ഒരു ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ സുൽത്താൻ്റെ വീട്ടിലാണ് വന്നത്. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ആയപ്പോൾ ഇമ്മയും വാപ്പിയും കുട്ടികളും ജാസ്മിൻ കുട്ടിയും മഷുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈദ് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചേ. എന്നാൽ ഷായിത്തിയും യാമിക്കുട്ടിയും അളിയനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നെജിത്തൊക്കെ വരാൻ പറ്റില്ല. ഏതാ കയറി രാത്രി കൂടി മാത്രമേ പകലില്ല. അതാണ് സെലക്ട് ചെയ്യല്ലേ. യാമിക്ക് എടുത്തോ ഡ്രസ്? മെറ്റീരിയൽ നല്ല കോട്ടൺ ചുരിദാർ ഞാൻ ഇന്നലെ അടിച്ച് ഇസ്തിരി ഇട്ടു എന്താണ് നല്ല കളി. എക്സാം പണി അടുത്തത് മാത്സാ. പഠിച്ചു ഇന്ന് കംപ്ലീറ്റ് ആക്കിയോ? അതുകൊണ്ട് പിന്നെ കുറച്ച് സുഖ പഠിത്തത്തിന്റെ കാര്യം നോക്കണ്ടല്ലോ. അതിൽ കണ്ടുവിടും. അല്ലാതെ ഇപ്പൊ എക്സാമിന്റെ സമയത്താണ് ഈ കളികളൊക്കെ നടക്കുന്നത്. ഞാനേ കുറച്ചായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ കുറേ പ്രേക്ഷകരാണ്, അതായത് നമ്മുടെ വീഡിയോ കാണുന്നവർ മിക്കവാറും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികളുടെ ഓൺലൈൻ ട്യൂഷനെ പറ്റിയിട്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഇഷ്ടംപോലെ ഓൺലൈൻ ട്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പം അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതൊരു കൺഫ്യൂഷനല്ലേ. അപ്പം നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് കുട്ടികൾ ഇൻ്റർവെല്ലിൻ്റെ ഓൺലൈൻ ട്യൂഷനാണ് സ്കൂളിൻ്റെ പുറമെ അറ്റൻഡ് ചെയ്യണത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ ചേർത്തതിന് ശേഷം പിന്നെ എനിക്ക് അവരുടെ സ്റ്റഡീസിനെ പറ്റിയുള്ള ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരാറില്ല. എക്സാംസ് ആണെങ്കിലും എന്താണെങ്കിലും അത് നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ നമ്മൾ ഈ പാരൻസിന് കുട്ടികളുടെ സ്റ്റഡീസ്, അവരുടെ കരിയർ, അവരുടെ ഫ്യൂച്ചർ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് എന്താവും എന്നൊക്കെ ആലോചിച്ചിട്ട്. അതിപ്പോൾ ഞാൻ LKG തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ആ ഒരു ടെൻഷൻ തന്നെ ഒരു നിലയിലാവുന്നവരെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളുടെ പോലത്തെ പാരൻസ് അല്ലേ നമ്മുടെ വീഡിയോസും കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ഈ ഇൻ്റർവെല്ലിൻ്റെ കാര്യം ഇതുപോലെ പറയാറുണ്ട്. പിന്നെ മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഈ പാരൻസിന് കുട്ടികളെ എന്താ പറയുക ഒരു 100% ഒരു അറ്റൻഷൻ കൊടുത്തിട്ടൊന്നും നോക്കാൻ കഴിയില്ലല്ലോ. കാരണം സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് കേട്ടോ നമ്മൾ ഈ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പിന്നെ കുട്ടികളുടെ സ്റ്റഡീസും ഇതൊക്കെ കൂടി ആകുമ്പോൾ നമുക്കും ഭയങ്കര പ്രഷറാണ്. അത് കുട്ടിക്ക് അതിലേറെ വലിയ പ്രഷറായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ വർക്കിംഗ് വുമൺ ആവണമെന്നില്ല, ഈവൻ ഒരു ഹൗസ് വൈഫ് ആണെങ്കിലും നമുക്ക് നമ്മളതായിട്ടുള്ള ഒരുപാട് ചുറ്റുപാടുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികളെ ആ ഒരു പ്രോപ്പർ അറ്റൻഷൻ കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ കുട്ടികളെ നമ്മളിങ്ങനെ പഠിക്കുന്നു പറഞ്ഞിട്ട് അവരെങ്ങനെ പുഷ് ചെയ്തിട്ടൊന്നും അങ്ങനെ ഒരു കാര്യമില്ല. അതായത് അവരെ പഠിക്കാനുള്ള നല്ലൊരു കംഫർട്ടായിട്ടൊരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പാരൻസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇൻ്റർവെല്ലിൻ്റെ കാര്യത്തിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ അവന് ഹൈസ്കൂൾ ആവാൻ പോവാണ്. ഇപ്പോൾ മുന്നത്തെ പോലെ അല്ലല്ലോ, മൊത്തത്തിൽ അങ്ങോട്ട് പാസ്സാക്കി വിടുന്ന പരിപാടിയൊക്കെ നിർത്തിയില്ലേ. ഇപ്പോൾ കുട്ടികളൊക്കെ അവർ ഫിൽറ്റർ ചെയ്ത് നോക്കി ഫെയിലാവേണ്ട ഫെയിലാവും, ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഫിൽറ്റർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ ആ ടെൻഷനൊക്കെ മാറാൻ നിങ്ങളും ഇൻ്റർവെല്ലിൻ്റെ ഓൺലൈൻ ട്യൂഷനിലൊന്ന് കുട്ടികളെ ചേർത്ത് വയ്ക്കും കേട്ടോ. ഞാൻ അവരുടെ ക്ലാസ് ഒന്ന് കാണിച്ചു തരാം.
ഇതാണ് ഞാൻ പറഞ്ഞ ഇൻ്റർവെല്ലിൻ്റെ ഓൺലൈൻ ക്ലാസ്. ഇസൂട്ടനും ഇൻ്റർവെൽ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത്. ഇവനിപ്പോൾ 7th സ്റ്റാൻഡേർഡിലായതുകൊണ്ട് തന്നെ ക്ലാസ് റൂം കോഴ്സ് അക്കാദമിക് ട്യൂഷനാണ് കേട്ടോ പഠിക്കുന്നത്. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടീനെ ഡയറക്റ്റ്ലി അങ്ങോട്ട് കോഴ്സിൽ അഡ്മിറ്റ് ചെയ്യല്ല കേട്ടോ ചെയ്യുക. ആദ്യം ഇവർ നമ്മുടെ കുട്ടിക്ക് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് കൊടുക്കും. അതിലൂടെ കുട്ടീനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. അതായത് കുട്ടീൻ്റെ കറൻറ്റ് അക്കാദമിക് ആ ഒരു ലെവൽ എങ്ങനെയാണ്, കുട്ടിക്ക് എവിടേക്കാണ് വീക്ക് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം കുട്ടിയുടെ നീഡിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കോഴ്സസാണ് അവർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇവന് ആദ്യം ഒരു സബ്ജക്റ്റിൽ ബേസിക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഒരു 45 ഡേയ്സ് കൊണ്ട് തന്നെ അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാൻ അവനവിടെ അക്കാദമിക് ട്യൂഷനിൽ ആദ്യമായിട്ട് ചേർത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് മസ്റ്റാണ്. ഇപ്പോൾ ഒരു ക്ലാസ് റൂം പറയുകയാണെങ്കിൽ ഒരു 40-45 സ്റ്റുഡൻസ് ഉണ്ടാവും. എല്ലാവരും കൂടി ഒരുപോലെ മാനേജ് ചെയ്യാൻ ചിലപ്പോൾ ടീച്ചർക്ക് പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ കുട്ടികളുടെ കേസ് പറയുകയാണെങ്കിലും പെട്ടെന്ന് ചാടി എണീറ്റ് ചോദ്യങ്ങൾ ചോദിക്കാനും ടീച്ചർ ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാനൊക്കെ അത്ര തന്നെ സ്മാർട്ടല്ലാതെ ചില കുട്ടികളുണ്ടാവും ഈ ഒരു പ്രായത്തിലൊക്കെ. അങ്ങനെയുള്ളവർക്കും ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷന് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. കാരണം ഇവിടെ 1-to-1 അതായത് ടീച്ചറും കുട്ടിയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അസു ആണെങ്കിലും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അവൻ എല്ലാ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത്, മിസ്സാണെങ്കിലും എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു കൊടുത്ത് നല്ല ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു ക്ലാസ് ഇങ്ങനെ പോവുക. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അതുപോലെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ഒരു ക്ലാസ് ഒക്കെ കൊണ്ടുപോകുന്നത്. അതായത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവർ അക്കാദമിക് കലണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇത് കാണുമ്പോൾ നമുക്കും ഒരു ഐഡിയ കിട്ടും. അതായത് കുട്ടികൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അവരെന്തൊക്കെ പഠിച്ചു എന്നുള്ളത് അവരെ പോലെ തന്നെ നമുക്കും ഒരു ധാരണ കിട്ടും. പിന്നെ അതുപോലെ സാധാരണ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എല്ലാം ഇവരും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നോട്ട്സ് ആണെങ്കിലും ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും ചാപ്റ്റർ ആൻഡ് ടേം വൈസ് എക്സാംസ് ആണെങ്കിലും ഒരു കുട്ടിക്ക് വേണ്ട എല്ലാത്തരം സർവീസസും. അതുപോലെ ഇപ്പോൾ എക്സാംസിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഓറിയൻറ്റഡ് ആയിട്ട് സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുക, ഓൺലൈനായിട്ട് പാരൻസിൻ്റെ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻസും കാര്യങ്ങളും. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മളെ കുട്ടിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഇൻ്റർവെല്ലിൻ്റെ ജേണിയിൽ എനിക്ക് മനസ്സിലായത് അതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റിൽ നമ്മൾ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സസ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഈ ഒരു ടീച്ചറെ അസൈൻ ചെയ്ത് തരുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു ഡെമോ ക്ലാസ് വെച്ച് കുട്ടിക്ക് ടീച്ചറുടെ ആ ഒരു ക്ലാസ് എടുക്കുന്നതൊക്കെ ഇഷ്ടമായെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ടീച്ചറെ നമുക്ക് അസൈൻ ചെയ്ത് തരും. ഇവിടെ 1st സ്റ്റാൻഡേർഡ് തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്കുള്ള ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കാദമിക് ട്യൂഷൻ ആണെങ്കിലും. ഇനി അങ്ങനെയല്ല, ചില കുട്ടികൾക്ക് ചില പ്രത്യേക സബ്ജക്റ്റിൽ മാത്രമേ വീക്കായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് എടുക്കുമ്പോഴാണ് മനസ്സിലാവുക കുട്ടിക്ക് എന്തൊക്കെ തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് വേണ്ടി, എന്ത് കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇപ്പോൾ വലിയ ക്ലാസ്സിലെത്തിയ കുട്ടികൾ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവരുണ്ടാവും. അതായത് സത്യം പറഞ്ഞാൽ നന്നായിട്ട് എഴുതാനോ വായിക്കാനോ ലെറ്റേഴ്സ് പോലും അറിയാത്ത കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഇനിയും വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുന്നതോറും അവർക്ക് പ്രഷർ കൂടി വരികയല്ലേ. നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്, അവരെ പ്രഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മാനസികമായി തളരുകയാണ് ചെയ്യുക. അപ്പം അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അതായത് കുട്ടികളുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ വെറും ഒരു 30-45 ദിവസം കൊണ്ട് തന്നെ അവർ ക്ലിയർ ആക്കി ഇമ്പ്രൂവ് ആക്കി കൊടുക്കും. അത് തന്നെ ഏത് സിലബസ് ആണെങ്കിലും, അതായത് ഇപ്പോൾ CBSE ആണെങ്കിലും സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും ICC ആണെങ്കിലും എല്ലാ സിലബസിലുള്ള ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈമിങ്ങിൻ്റെ കാര്യത്തിലും പാരൻസ് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ ഈ സ്കൂളിൻ്റെ പുറത്ത് ട്യൂഷനും കൂടി ആകുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ബേർഡൻ ആവുമോ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ കുട്ടിയുടെ ആ ഒരു കൺവീനിയൻറ്റ് ടൈമിനനുസരിച്ച് അവർ ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ കുട്ടികൾ ഒട്ടും മടുപ്പിക്കാത്ത തരത്തിൽ അവർ ക്ലാസ്സസ് എടുക്കുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. അതുകൊണ്ട് തന്നെ ആ ടൈം ആകുമ്പോൾ അവർ തന്നെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തോളും. ഒരിക്കലും ഒരു ബേർഡനായിട്ട് അവർക്കും തോന്നില്ല, അത് കാണുമ്പോൾ നമുക്കും തോന്നും. കുട്ടികളുടെ കൂടെ ഇരുന്ന് അവർക്ക് അവരെ കെയർ ചെയ്ത് അതൊക്കെ പഠിപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അതിനൊന്നും ടൈം കിട്ടാറില്ല. മാത്രമല്ല കേട്ടോ, സിലബസൊക്കെ കുറച്ച് ടൈറ്റാണ്. അതായത് ചിലതൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാറില്ല. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇൻ്റർവെല്ലിൻ്റെ ഒരു ഓൺലൈൻ ട്യൂഷൻ. കുട്ടികൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് പഠിക്കും. കാരണം എല്ലാം അവർക്ക് തന്നെ ക്ലാസ്സിൽ പോകാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ മാർക്കൊക്കെ കിട്ടി നല്ല പഠിപ്പൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ക്ലാസ്സിലൊക്കെ പോകാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഇൻ്റർവെല്ലിൻ്റെ ഓൺലൈൻ ട്യൂഷൻ. അത്രയും പേരുടെ അടുത്ത് ചോദിക്കാറുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും ഷെയർ ചെയ്യണത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇവരുടെ ഇൻ്റർവെല്ലിൻ്റെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമുള്ള കോഴ്സസ് ചൂസ് ചെയ്തോളൂ. ഓക്കെ, എന്തിപ്പോ ക്യാരംസ് കളിക്കാൻ നിൽക്കല്ലേ, നമ്മൾ പോവാണേ. ഓ ഏതോ ക്യാരം ഉന്തേക്കിട്ടു പോകുമ്പത്തേനുണ്ട് കുറ്റിടാ. എന്താ പണ്ട് കഥ. ഓനല്ലത്ര, ഓന് ഡ്രസ്സ് എടുത്തു എന്നും പറഞ്ഞിട്ട്. എന്നാലും ഞങ്ങൾ ഒരുവിധം പോയിട്ട് വരാം ഗൈസ്. ഇവിടെ ഉണ്ട് ബാഗ്. ഞങ്ങൾ യാമിന്റെ കാറിലാണ് പോകുന്നത് ഗൈസ്. മുതലാളി നടുന്നുണ്ട്. മുതലാളിന്റെ വണ്ടി വന്നിട്ട് മുതലാളി ആയി ഇറങ്ങിയിരിക്കുന്നത്. എന്താ ഞാനും ഇവളും ഗൈസ് ഒരേ കളർ ഡ്രസ്സ്.
ഇത് അവിചാരിതമായി സംഭവിച്ചതാണ് കേട്ടോ. ഞാനൊരു കോട്ടൺ ചുരിദാറൊക്കെ ഇട്ടിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയല്ല ഷോപ്പിങ്ങിന് പോകണം വിചാരിച്ചിട്ട് ഞാൻ ശരിക്കും പെരുന്തമണ്ണൊക്കെ എന്നും ഇറങ്ങണ പോലെ എന്നും ഇറങ്ങണ പോലെ അളിയാ വീട്ടിലിടുന്ന ഒരു കോട്ടൺ ചുരിദാറിന് ഇറങ്ങിയത്. അപ്പൊ എന്റെ ജാസ്തി കുട്ടി അറിയാണ് കുപ്പായിട്ട് ഓളാണെങ്കിൽ രാത്രി കുട്ടികളെ ബെൽറ്റ് ഇട്ടിട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ ഡ്രസ്സ് പറ്റിയില്ല. അപ്പൊ തെരഞ്ഞപ്പോ പിന്നെ ഇതാണ് ഒരു പാർട്ടിനായിട്ട് കിട്ടിയത്. ഓ നല്ല ബെഡ്ഷീറ്റുകളല്ലേ. ഇഷ്ടമുള്ള എടുത്തോ. യാമിക്കുട്ടി സുലുത്തറിന്റെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ കുറച്ച് വെയിറ്റ് കൂടി അതിനെ എടുക്കാൻ പണി. അയ്യോ നോക്കണ്ട. നല്ല ഒന്നാന്തരം തിരക്കാണല്ലോ ഇവിടെ. ഭയങ്കര തിരക്കാണ്. ആദ്യം ഇവിടെ പെണ്ണുങ്ങൾക്കൊക്കെ തന്നെ എടുക്കട്ടെ. പെണ്ണുങ്ങൾക്ക് എടുത്ത് കഴിയാനാണ് സമയം. അത് കഴിഞ്ഞിട്ട് എടുക്കാം. നല്ല ചുരിദാറുകളുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. മാറ്റി ഞങ്ങളെന്നെ പിടിമലിയ കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ കൺഫ്യൂഷൻ. പെരുന്നാളിന് നല്ല തിളങ്ങണോ എങ്ങനെയാ വേണ്ടത്. ഓ ഞങ്ങൾക്ക് ഇങ്ങനെ പോയാൽ കിട്ടും. അല്ലെങ്കിൽ ഞങ്ങളെന്നും കൂട്ടത് ഒറ്റയ്ക്ക് എങ്ങോട്ട് പോയത്. ഞാൻ ഇപ്പോൾ നമ്മളെ കൂട്ടത് എന്തോ എടുക്കാൻ പോയി. വെള്ളകളൊക്കെ ഞങ്ങൾ നോക്കാതെ. ഇതിന് സ്കേർട്ടാണ് കേട്ടാ. ഒരു സാധനം വരുമ്പോൾ ചെയ്യോ നോക്കാം. റെഡ് കുറച്ച് ഫ്ലോറസെന്റ് റെഡ് അച്ഛൻ നരച്ച പോലെ. എന്തെടുത്താലും ഒപ്പിച്ചോണ്ടിരിക്കാൻ. ആ കണ്ണാടിക്കൊക്കെ കാണിക്കുമോ. ഞാനത് എടുത്തേക്കാം. ആ കേട്ടു. പിന്നെ ഇതിന്റെ കളറും നല്ല രസമുണ്ട്. പിടിപ്പിച്ചു കൊടുത്തു. ഇന്നടക്ക് വേഗം മാറ്റി വെക്കുന്നത്. വേഗം ഒഴിവാക്കുക. അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വരുമോ. നിങ്ങൾ വന്നേ പറ്റുള്ളൂ. വീണ നിലത്ത് പറ്റൂല. സോറി. ഞങ്ങൾക്ക് എന്തൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഒത്തിക്കണം. നീ കൂടി ഒപ്പിച്ചോ. ഓൾക്ക് തൂക്കിട്ട് അലമാരനെ എടുക്കണത്ര. എന്നാ നീ അലമാരനെ എടുത്തിട്ട് അന്നോടാ തപ്പിത്ര. ഞങ്ങൾ ഡ്രസ്സിംഗ് റൂം വരെ എത്തിയിട്ടുണ്ട്. ചൂടുള്ള ആൾക്കാർ വെയിറ്റിങ്ങിന് കുപ്പായൊക്കെ. അടുത്തത് അസിറ്റിന്റെ സെക്ഷനായി. എന്താ എടുക്കണത്. മമ്മ ബ്ലാക്കാടാ. ബ്ലാക്കാ നോക്ക്. നല്ലത് നോക്ക്. ടീഷർട്ടാ അതോ ഷർട്ടാ. കുറച്ച് അടിപൊളി ആയിക്കോട്ടെ കേട്ടോ. ബ്ലാക്കിലാണ്. നമ്മുടെ ഒരു സുഡിയോ ടൈപ്പ് ഷർട്ടാ. വേണ്ട വേണോ. ജീനിൽ വേണോ. ഈ ടൈപ്പാണ് ഇപ്പം നിനക്ക് വേണ്ടേ. നോക്കട്ടെ. ഇത് ശരിക്കും കയറിയോ. കീഴാലും പ്രശ്നമല്ല. നല്ല ഭംഗിയുള്ള ചേച്ചി. നമുക്കുള്ളതാണ് സെറ്റ് ആയിട്ടില്ല. കുറച്ച് ജേഴ്സികളൊക്കെ എടുത്തു. നമ്മൾ പട്ടാമ്പഞ്ഞ് എടുക്കാന്ന് വിചാരിച്ചില്ലേ. ഇപ്പം എല്ലാവരും അസുര കണ്ടാ ചോദിക്കും അനിയനാണോ. ഞാൻ പറഞ്ഞ അനിയനാന്നൊക്കെ. എന്താണ് ഇവിടെ അക്രമം. അവിടെ ഇരുന്ന് നിന്ന് പെരുകും. അമ്മ മെറ്റീരിയൽസ് എടുത്തോണ്ടിരിക്കാം. ഞാനിവിടെ കുറച്ച് പാർട്ടി വെയർ കണ്ടു നോക്കട്ടെ. കുപ്പായത്തിനുള്ളതാണ്. സമ്മർ കുപ്പായ മെറ്റീരിയൽസാ. തെറ്റൊന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ വേണം. ഓക്കെ. ആ തൂതാ. ബലൂൺ വേണം പറ. ബലൂൺ വേണോ. അയ്യോ 3. അതും നിന്നോട്. ആ വീണോന്ന്. ഓഫ്. ഞാൻ തല അവിടെ ഇവിടെ പൊട്ട് നോക്കട്ടെ. യാമി കുട്ടിക്ക് വിശാലമായി കളിക്കാനുള്ള സ്ഥലം കിട്ടി. നോക്കട്ടെ കുട്ടി നോക്ക്. ഒറ്റടിക്കണ് കാണുമ്പോ നല്ല പാർട്ടി വെയർസ് ഉണ്ട്. മറ്റേതുണ്ട് അല്ലേ. അമ്മീ ചോക്ലേറ്റ് കഴിക്കാല്ലേ നോമ്പായിട്ട് കളത്തി. എന്തായാലും ഞങ്ങൾ നീളം കുറച്ച് കൂടുതലായിട്ട് ഷെയ്ക്കറ്റൊക്കെ കൊടുത്തു.
കുട്ടികളും മക്കളൊക്കെ വന്നിട്ട് ഊഞ്ഞാലാക്കി പൊട്ടിച്ച് ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ പോവുള്ളൂ. ഓ ഞാമി പൊട്ടിയോ? ഊഞ്ഞാല് പൊട്ടി. സുലു കഴിയുന്ന പോലെ അവിടെ പുഷ് ചെയ്യുന്നുണ്ട്. ആ എങ്ങനെ മുമ്പിലെത്തിയിട്ടുണ്ട്. ജാസ്മിൻ ഇവിടെ സേഫ് ആയിട്ട് നിൽക്കുക. സുലുവാണ് കിട്ടിക്കൊള്ളു. ആ നോമ്പ് പറഞ്ഞിട്ട് ജീവൻ ഉണ്ടെങ്കിൽ സിനിമ വിളിക്കും. ആ സുലു വിജയകരമായി ആ ബില്ലും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ നടക്കും. ഇതൊക്കെ എടുത്തോ? അതൊക്കെ സാധനമാണ് മേടിച്ചൊക്കെ. അതൊക്കെ വീട്ടിൽ പോയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ വീട്ടിൽ പോകാം. അവിടെ ഉള്ളതൊക്കെ ശരി. ഓക്കെ കിട്ടിയത് പോയി നമുക്ക് രക്ഷപ്പെടാം. അത് നിന്റെ വീട്ടിൽ പോയിട്ട് പറയാം. ഒരുവിധം ഞങ്ങള് കൂടെ കയറി ഗൈസ്. ഞാനുണ്ട് ജാസ്മിൻകുട്ടിയും ഞങ്ങള് വൃത്തിയായിട്ട് ഡ്രസ്സ് എടുത്ത് വന്നിട്ട് ഇവിടെ തിരക്കാനുണ്ട്. ജാസ്മിൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. സുലത്ത് നല്ല മാംഗോ പൾപ്പ് വെച്ച് ഷേക്ക് ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ്. പിന്നെ ഇതാ ഇവിടെ ചിക്കൻ നമ്മളെ റെഡി ആകാരൻ്റെയാണ് നിന്റെ ഈ OTG അകാരം OTGയിൽ ഇതാ നല്ല കിഡ്ലൻ ചിക്കൻ ഇങ്ങനെ ഗ്രില്ലല്ലേ. ആ ചിക്കൻ ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഒരു ബ്രെഡിന്റെ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഫുള്ള് അടിപൊളി. ലിങ്ക് ഉണ്ട് സുലു. എന്ത് ലിങ്ക്? ആ ലിങ്ക് ഉണ്ടല്ലോ. നിൽക്കാൻ നമുക്ക് അറിയില്ലേ? എന്ത് 2 പ്രഷർ കഴിക്കണം? എത്ര മുട്ട വേണം? 3-4 മുട്ടക്ക് വേണം. 3, 4 get on the dance floor. നല്ലോണം വൈകിയതുകൊണ്ട് മറ്റേ ആശ്ചര്യം കുത്തണം നേരല്ല. വീഡിയോ ഓഫാക്കിട്ടുണ്ടെങ്കിൽ നോമ്പ് ടപ്പടപ്പെന്ന് ഒരുക്കിട്ട് കാണാം. പിസ്സ ഇത് സാധാരണ കാണുന്ന പോലെ ഉണ്ട്. പോകണം. പിസ്സ ബ്രെഡ് ആണ് നടക്കും. മുട്ട ബ്രെഡ് അല്ല, ഇത് പിസ്സ ബ്രെഡ്. എനിക്ക് നല്ല ഫേവറേറ്റ് നല്ല അസുഖം കുറേ ജ്യൂസ് ഇങ്ങനെ കാണണം. ഇത് നല്ല അവക്കാഡോ ആൻഡ് ദിസ് ഇസ് മാംഗോ മതി. അവക്കടെ ഇഷ്ടമല്ലല്ലോ. ഇത് അവക്കടെ പഴുപ്പിന്റെ ഇടാ. പെട്ടെന്ന് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്നാക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം കേട്ടോ, അല്ലാതെ മറ്റൊരു സാധനം. അതിങ്ങനെ വിഷമിച്ചിരിക്കല്ല. അവിടെ ഇപ്പൊ ഒരു ഇഫ്താർ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പോക്കോ. വിളിക്കട്ടെ. ഗൈസ് ഞങ്ങൾ മേടിച്ച കവറുകളൊക്കെ ഇവിടെ ഇരിക്കുന്നതൊക്കെ മിക്സ് ആക്കിയിട്ടൊക്കെയാണ് ബില്ല് ചെയ്തിട്ടുണ്ടോ. ആ ഒന്നും തുറന്നു നോക്കിയില്ല. രാത്രി ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ തുറന്ന് ഒക്കെ ഒന്ന് തുറന്നിട്ട് വേണം ബാക്കി. പിന്നെ ഒരിക്കലും അതെ എനിക്ക് ഞങ്ങൾക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും നിങ്ങളൊക്കെ ഒന്ന് പൂളി പറഞ്ഞ സുഖമായിട്ടിരിക്കാൻ. പൈസ കുറച്ച് ചെലവാക്കിയാൽ വിളിക്കട്ടെ. ഫോൺ വിളിക്കട്ടെ. എത്ര 8 മണി ആ മുടി വരച്ച് എവിടെ കൊടുന്ന കാണാൻ. അങ്ങനെ നോമ്പുതുറ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഒച്ച ഉണ്ടാക്കില്ലേ? നോമ്പുതുറ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഞങ്ങളെ കൊടുന്ന കവറുകളൊന്നും തുറന്നിട്ടില്ല. ആ യാമി ഉറങ്ങാണ് അവിടെ. ആ ഭയങ്കര
ഞങ്ങളെ ഈ കവറുകൾ ഒക്കെ ഒന്ന് തുറക്കട്ടെ. ഈ കുരങ്ങന്മാരൊക്കെ ഒന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് മതി എന്ന് വിചാരിച്ചാണ്. പക്ഷെ അപ്പത്തിന് ഞങ്ങൾക്ക് ധൃതിയായി. ഞങ്ങൾ തുറക്കട്ടെ. ഇതാണല്ലേ സാരി. അതും എന്റെ പുതിയ ജേഴ്സി. നല്ല രസമുള്ള ഒരു കളറും ഉണ്ട്. നല്ലൊരു പെരുന്നാൾ നല്ല റോസൊക്കെ ഉള്ള കളർ ഇട്ടാ. എനിക്കൊന്നും എടുക്കണേ സാരി. ജാക്കറ്റ് വേറെ എടുത്തുക. ആ ജാക്കറ്റും ഉണ്ട് അല്ലേ. പിന്നെ ഇതിലെന്താ? ഇതിൽ ആരുടെ ഡ്രസ്സാ? ഓ പ്രിയപ്പെട്ട എന്നോടാക്കരം. പ്രിയപ്പെട്ട നിന്നോട്. അത് സായിക്കോട്ടനക്ക് മേടിച്ചേക്കാറല്ലേ. അത് സായിക്കോട്ടക്ക് വീണ്ടും മേടിച്ചത്. അത് വാപ്പാക്ക് മേടിച്ച ഷർട്ട് അല്ലേ? ആ ഇത് ബ്രാൻഡഡ് ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ടൊക്കെ ഇട്ട സുലുവിന്റെ വകയാണ് വാപ്പാക്കും ഉമ്മച്ചിക്കും. ഞാൻ ഇമ്മളെ എനിക്ക് വെക്കാന്നുണ്ട് സാരി. നല്ലൊരു പ്രത്യേക പ്രിന്റിനനുസരിച്ചിട്ടുള്ള ഭാരം ഇതൊന്നും ഇതിനില്ല. ഒരു പ്രത്യേക തന്നെ വർക്കാണല്ലേ. എത്ര എനിക്കൊരു ക്ലാസ് മറ്റേ തന്നിട്ടുണ്ട് കേട്ടോ. ചവിട്ടിയാരെ മേടിച്ചു? നീ മേടിച്ചല്ലേ? ഉമ്മച്ചിക്ക ചവിട്ടി ഞങ്ങളെ വീട്ടിൽ ചവിട്ടി. പെരുന്നാൾക്കോടി നമ്മളെ വീട്ടിലേക്കുള്ള നല്ല അടിപൊളി ചവിട്ടികള്. ഇത് രസമുണ്ട്. ഇതിന് രസമുണ്ട്. മൊറോക്കൻ പെരുന്നാൾ ചവിട്ടികൾ നല്ല രസമുണ്ട്. ഇത് എത്രയാ ഒന്നിന്? ഓഹോ അടിപൊളി. നല്ല വലുത്. എനിക്ക് വേണ്ട ക്ലാസ്. ഈ ക്ലാസ് എന്തിനാണ്? എന്തെങ്കിലും ഒന്ന് ഫ്രീ കിട്ടണത്ര. ഞാനിത് കണ്ടപ്പോ മഞ്ചാച്ചിട്ട് ഇത് തരില്ല പറയുക. ഒരു മഞ്ചിന്റെ കവർ പോലെ. ക്ലാസ് എന്റെ ബെഡ്ഷീറ്റ് 800 രൂപയുടെ ഉണ്ടായിരുന്നല്ലോ. അത് നമ്മുടെ ഫാമിലിന്റെ പരസ്യമായോ? ആന്നേ നല്ല 2 ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവർ അല്ലേ. ഇത് ജാസ്മിന്റെ. അതൊക്കെ നിവർത്തിയിട്ട് ഇനി പെരുന്നാളിന് കാണാല്ലേ. ഞങ്ങൾ എടുക്കാൻ പോകുമ്പോഴൊക്കെ കണ്ടിക്കണേ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഏതാ കളറ്? സാധാരണ ചുരിദാറല്ലേ. ഷാളമ്പത്തെ വർക്കും ഒക്കെ രസമുണ്ട്. സുലാമ ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് യാമിക്ക്. നോക്കട്ടെ യാമിന്റെ ചോക്ലേറ്റ് ഇവിടെ. അടി കിട്ടൂട്ടോ ജാസ്തി കുട്ടിക്ക്.